നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂച്ച പോലും പെറ്റുകിടക്കാൻ നാണിക്കുന്ന ഖജനാവും കൊണ്ട് എങ്ങനെയൊക്കെയോ മാജിക്കും കാണിച്ച് മുൻപോട്ട് തള്ളിക്കൊണ്ടു പോകുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങരുത് എന്ന് CPM കട്ടായം ഉത്തരവിട്ടിരിക്കുന്നു. ഒരു വഴിക്കൂടെ കീറിക്കൊണ്ടിരിക്കുന്ന ഖജനാവ് തുന്നി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ പിണറായി കൈയിട്ട് വാരി വീണ്ടും കീറും. അങ്ങനെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് ബാലഗോപാൽ. വലിയ പരിക്കുകളൊന്നുമില്ലാതെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് തടി തപ്പി മുൻപോട്ട് പോകാമെന്ന് ബാലഗോപാൽ കണക്ക് കൂട്ടുമ്പോൾ 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരും വളഞ്ഞിട്ട് ധനമന്ത്രിയുടെ കഴുത്തിന് പിടിക്കുന്നു. പിണറായി ആകട്ടെ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി എപ്പോഴത്തെയും പോലെ ധനമന്ത്രിയുടെ കാല് വാരിയിരിക്കുകയാണ് പിണറായി. ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് ബാലഗോപാൽ വീണിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകുമെന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമുള്ള ഉറപ്പായ പെൻഷൻ നടപ്പാക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ഇക്കാര്യത്തിൽ ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടേണ്ടതില്ല. ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക അവകാശമല്ലെന്നും ഭരണപരമായ തീരുമാനമാണെന്നും വാദിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിവാദമായ സാഹചര്യത്തിലാണ് ധനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം. അതായത് DA കുടിശ്ശിക കിട്ടാത്തതിൽ സർക്കാർ ജീവനക്കാർ കലിതുള്ളി നിൽക്കുകയാണ്. ഒരുമിച്ച് കൊടുക്കാൻ ഒരു വകുപ്പുമില്ല. ഏകദേശം 25,000 കോടി രൂപ വരുന്ന DA കുടിശ്ശിക മുഴുവൻ പെട്ടെന്ന് നൽകേണ്ടി വന്നാൽ സിസ്റ്റം തകർന്ന് തരിപ്പണമാകും. ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതി വരും. ഇതാണ് ചിലർ ആഗ്രഹിക്കുന്നതെന്ന് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ചില സർക്കാർ ജീവനക്കാർ നടത്തുന്നതെന്നും ചില സംഘടനകൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നും ബാലഗോപാൽ പറയുന്നു. DA കുടിശ്ശികയിൽ പിടുത്തമിട്ടിരിക്കുന്ന ജീവനക്കാർ അത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള വാശിയിൽ നിൽക്കുന്നു. ഒരുമിച്ച് കൊടുക്കാൻ നിന്നാൽ പണി പാളുമെന്ന് ബാലഗോപാലിന് അറിയാം. അതുകൊണ്ട് ഇടഞ്ഞു നിൽക്കുന്ന സർക്കാർ സംഘടനകളെ വീണ്ടും ചൊടിപ്പിക്കുന്ന നിലപാടാണ് ബാലഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഘട്ടം ഘട്ടമായേ അത് കൊടുക്കാനാകൂ. ഈ പ്രായോഗിക സമീപനമാണ് കോടതിയിൽ പറഞ്ഞത്. അല്ലാതെ കൊടുക്കാതിരിക്കാനാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. DA കുടിശ്ശിക കൊടുക്കാതെ സർക്കാർ തടി തപ്പാനുള്ള നീക്കമാണോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ സർക്കാർ ജീവനക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ കൂട്ടമായി സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവർ ധനമന്ത്രിയോട് കൈനീട്ടുകയാണ് DA കുടിശ്ശികയ്ക്ക് വേണ്ടി. എന്നാൽ പൈസ തരുമെന്നും പക്ഷേ ജീവനക്കാർ പറയുന്നത് പോലെ ഒരുമിച്ച് തരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല മുന്നിലുള്ളതെന്നും ധനമന്ത്രി മറുപടി പറയുകയാണ്. മുഖ്യമന്ത്രിയാകട്ടെ ഒരക്ഷരം പ്രതികരിക്കാതെ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട്. DA അവകാശമാണെന്നാണ് റിട്ട് നൽകിയവരുടെ വാദം. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട്. അവയിൽ അന്തിമ വിധി വരാതെ ഇക്കാര്യം തീരുമാനിക്കാനാകില്ല. ഇതെല്ലാം കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി എന്ന നിലയിൽ താൻ ഉറപ്പു നൽകുന്നു. കേന്ദ്രം കഴിഞ്ഞ 5 വർഷം കേരളത്തിന് അർഹതപ്പെട്ട 2 ലക്ഷം കോടിയാണ് വെട്ടിക്കുറച്ചത്. ഈ വർഷം മാത്രം 17,500 കോടിയുടെ കടം നിഷേധിച്ചു. അത് മാത്രം കിട്ടിയാൽ കുടിശ്ശിക ഏറെക്കുറെ നൽകാനാകും. സാഹചര്യം ഇതായിരിക്കെ കോടതിയിൽ പോയി വാർത്തയുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ബാലഗോപാൽ വിമർശിച്ചു. കോവിഡ് കാലത്ത് കേന്ദ്രം DA നൽകിയില്ല. ആരെങ്കിലും കോടതിയിൽ പോയോ? പങ്കാളിത്ത പെൻഷന് പകരം നിശ്ചിത തുക ഉറപ്പായി ലഭിക്കുന്ന പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ കടം വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നൽകിയ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുണ്ട്. വിധി അനുകൂലമായാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ശമ്പള പരിഷ്കരണം വരെ 9% സർക്കാർ, 13% സംഘടനകളും. സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട DAയുടെ കണക്കിലും തർക്കം തുടരുകയാണ്. ജീവനക്കാരുടെ സംഘടനകളും സർക്കാരും വ്യത്യസ്ത വാദമാണ് ഉന്നയിക്കുന്നത്. 1% ഒരു മാസം നൽകാൻ 60 കോടിയാണ് ചെലവ്. നിലവിൽ 9% നൽകാൻ തന്നെ 25,000 കോടിക്കടുത്ത് വേണ്ടിവരുമെന്നാണ് ധനവകുപ്പ് കണക്കാക്കുന്നത്. സർക്കാർ വാദം 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന രീതി പ്രകാരം 2024 ജൂലൈ 1 മുതലാണ് പരിഷ്കരിച്ച ശമ്പളം നൽകേണ്ടത്. ശമ്പള പരിഷ്കരണം വരുന്നതോടെ DA 0 അതുവരെ നൽകേണ്ടത് 31%. അതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഉത്തരവായ 7% അടക്കം 22% DA ഈ സർക്കാർ അനുവദിച്ചു. കുടിശ്ശിക 9%. 2024 ജൂലൈ 1 ശേഷമുള്ളത് ശമ്പള പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കേണ്ടതെന്നാണ് സർക്കാർ വാദം.
എന്നാൽ ശമ്പള പരിഷ്കരണം ഇനിയും നടപ്പാക്കാത്തതിനാൽ 2025 ജനുവരിയിലും ജൂലൈയിലും 2% വീതം DA കൂടി ലഭിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. അതായത് ഈ 4 കൂടി ചേർത്താൽ കുടിശ്ശിക 13% ഈ വർഷം ജനുവരിയിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് സംസ്ഥാനത്തിനും ബാധകമാക്കിയതിനാൽ കുടിശ്ശിക ഇനിയും കൂടുമെന്നും സംഘടനകൾ പറയുന്നു. DA ജീവനക്കാരന്റെ അവകാശമല്ലെന്ന ധനവകുപ്പിന്റെ സത്യവാങ്മൂലം അംഗീകരിക്കാനാകില്ല എന്ന് ഇടതുപക്ഷ സർവീസ് സംഘടനകളും പൊട്ടിത്തെറിക്കുന്നു. സമരങ്ങളിലൂടെ നേടിയെടുത്ത ഈ അവകാശം ഏതെങ്കിലും സത്യവാങ്മൂലത്തിലൂടെ നിഷേധിക്കാനാവില്ല എന്ന് NGO യൂണിയൻ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ പൊതുവേദിയായ FSAETO വ്യക്തമാക്കി. ക്ഷാമബത്ത കുടിശ്ശിക തീർത്തു നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ രാപകൽ സമരം അത് നേടിയെടുക്കുന്നതുവരെ തുടരുമെന്നും ജനറൽ സെക്രട്ടറി MV ശശിധരനും പ്രസിഡന്റ് TK ഷാഫിയും പറഞ്ഞു. DA അവകാശമല്ലെന്ന ഇടതുമുന്നണി നയത്തിൽ നിന്ന് വ്യതിചലിച്ച സത്യവാങ്മൂലം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് CPI സംഘടനയായ ജോയിന്റ് കൗൺസിൽ ചെയർമാൻ S സജീവും ജനറൽ സെക്രട്ടറി KP ഗോപകുമാറും ആവശ്യപ്പെട്ടു. DA കുടിശ്ശിക നിഷേധിച്ചതുവഴി ജീവനക്കാർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ സംഘടനയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ MS ഇർഷാദ് പറഞ്ഞു. 57,960 രൂപ മുതൽ 4.20 ലക്ഷം വരെ ഇങ്ങനെ നഷ്ടപ്പെട്ടു. മുൻകാല പ്രാബല്യം നിഷേധിച്ചതിലൂടെ 1.27 ലക്ഷം രൂപ മുതൽ 9.26 ലക്ഷം രൂപയും നഷ്ടമായി. സർക്കാർ നിലപാട് ജീവനക്കാരോടും അധ്യാപകരോടുമുള്ള കടുത്ത വഞ്ചനയാണെന്ന് KPSTA സംസ്ഥാന പ്രസിഡന്റ് മജീദ് ആരോപിച്ചു. KSTU, കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എന്നീ സംഘടനകളും സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ്. അതായത് DAയുമായി ബന്ധപ്പെട്ട പോര് ഇപ്പോൾ സർക്കാരും ജീവനക്കാരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. DA കുടിശ്ശിക തരാതെ തങ്ങളെ പറ്റിക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ബാലഗോപാൽ ആവർത്തിക്കുന്നു, ഈ പണം തരും, പക്ഷേ എല്ലാം കൂടി ഒരുമിച്ചങ്ങ് കൊണ്ട് തള്ളാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ബാലഗോപാൽ എത്തുകയാണ്. കാരണം ഇതിന് മാത്രമായി വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് നൽകിയാൽ മറ്റ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതിസന്ധിയിലാകുമെന്നും പല പദ്ധതികളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അതിനനുവദിക്കില്ല എന്നുമാണ് ബാലഗോപാൽ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ ഈ വിഷയത്തിൽ തലപോലും ഇടുന്നില്ല. ഖജനാവിനെ കീറി ഒട്ടിച്ചത് പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയൻ വന്ന വഴിക്ക് ഓടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.